Good morning. Last class we well-behaved wave functions are a valid wave function in the case of conditions. It should be wave function should be continuous and single valued. The derivative of wave function should be continuous and single valued. And the third condition is it should be normalizable. These are the three conditions which makes a wave function well behaved. അതൊക്കെയാണ്. ഇനി അത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രോബ്ലം അനലൈസ് ചെയ്യണം. Out of the given graphs, which of the following represent a well behaved wave function? അല്ലേ, ഇതിനകത്ത് ഒരു പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത് അല്ലേ. Which of these graphs shows a valid wave function എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാം. ഒന്നാമത്തേത് ഇതാണ് അല്ലെ, എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് അല്ലെ. വേവ് ഫംഗ്ഷൻ നമ്മൾ സാധാരണ എന്താണ്, ഇറ്റ് ഗിവ്സ് ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ അല്ലെങ്കിൽ പൊസിഷൻ എന്ന് നമുക്ക് തൽക്കാലം പറയാം. ഓക്കെ, അപ്പൊ അത് എന്താണ്, എ പാർട്ടിക്കിൾ ഈസ് കോൺസ്റ്റന്റ്. ഒരു പാർട്ടിക്കിൾ ഒരു ഫിക്സഡ് പൊസിഷനിൽ നിൽക്കുന്നു അല്ലെ. അപ്പൊ എപ്പോ നോക്കിയാലും അത് അങ്ങനെ തന്നെയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്, അതവിടെ നിൽക്കുന്നു, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ഇങ്ങനെ ഒരു ലൈൻ, ഈ ലൈൻ കണ്ടിന്യൂസ് ആണ്, സിംഗിൾ വാല്യൂഡ് ആണ്, അതിന്റെ ഡെറിവേറ്റീവും ഓക്കെയാണ് അല്ലെ. അതുകൊണ്ട് എന്താണ്, ഇത് ഒരു വാലിഡ് വേവ് ഫംഗ്ഷൻ ആണ് അല്ലെ. ദിസ് ഈസ് വാലിഡ്. ഈ രണ്ടാമത്തെ പാർട്ടിക്കിളിനെ നോക്കാം. ഇതൊരു സ്മൂത്ത് ആയിട്ട് വേരി ചെയ്യുന്ന ഒരു സൈനസോയിഡൽ വേവ് ആണ്, കണ്ടിന്യൂസ് ആണ്, സിംഗിൾ വാല്യൂഡ് ആണ്, ഡെറിവേറ്റീവ് ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതും എന്താണ്, വാലിഡ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ആണ് അല്ലെ. ഇനി ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിളിനെ നോക്കാം, ഇതിന്റെ വേവ് ഫംഗ്ഷൻ നോക്കുക. ഇത് രണ്ടായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പാർട്ടിക്കിളിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദിസ് പർട്ടിക്കുലർ ഇൻസ്റ്റൻസ്, അതുപോലെ ഡ്യൂറിംഗ് ദീസ് ഇന്റർവെൽസ് ദ പാർട്ടിക്കിൾ അപ്പിയേഴ്സ് അറ്റ് ടു പ്ലേസസ് അല്ലെ. രണ്ട് സ്ഥലത്തായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ സിംഗിൾ വാല്യൂഡ് അല്ല എന്ന് പറയാം അല്ലെ. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്, ദ വേവ് ഫംഗ്ഷൻ ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ്. ഒരു വാല്യൂ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഈ പോയിന്റിലൊക്കെ എന്തുണ്ട്, മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ട്. ഈ ഒരു പോയിന്റിൽ ഇതിന് ഇവിടെയും വാല്യൂ ഉണ്ട്, ഇവിടെയും വാല്യൂ ഉണ്ട്, വിച്ച് ഈസ് നോട്ട് ആക്സെപ്റ്റഡ് അല്ലെ. അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് റെപ്രസെന്റിംഗ് എ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ദിസ് ഈസ് നോട്ട് എ വാലിഡ് വേവ് ഫംഗ്ഷൻ, റൈറ്റ്. ആൻഡ് നെക്സ്റ്റ് ഈസ്, ഇവിടെ തന്നിട്ടുണ്ട് എന്ത്, ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻ തന്നിട്ടുണ്ട് അല്ലെ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ഇതും. അതുകൊണ്ട് ദീസ് ടു ആർ നോട്ട് വാലിഡ് വേവ് ഫംഗ്ഷൻസ് അല്ലെ. ഇനി ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇതിന് രണ്ട് പ്രശ്നമുണ്ട് അല്ലെ. ഒന്ന്, ഇതിനൊരു പീക്ക് ഉണ്ട്. ഇങ്ങനെ ഒരു പീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഡെറിവേറ്റീവ് എന്താവും, കണ്ടിന്യൂസ് ആവില്ല അല്ലെ. ഡെറിവേറ്റീവ് ഇല്ലാതായി പോകും അല്ലെ. അപ്പൊ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയില്ല, ആ കണ്ടീഷൻ അവിടെ പോയി. രണ്ടാമത്തെ ഒരു പ്രശ്നമുള്ളത്, ശരിക്കും നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ എന്തുണ്ട്, ഈ ഒരു പോയിന്റിൽ നോക്കി കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ഇവിടെ ഒരു വാല്യൂ ഇല്ലേ, അതുപോലെ ഇവിടെ ഒരു വാല്യൂ ഇല്ലേ, പറഞ്ഞാൽ മൾട്ടിപ്പിൾ വാല്യൂഡ് ആയില്ലേ വേവ് ഫംഗ്ഷൻ. അപ്പൊ ആ രീതിയിലും അത് ഓക്കെ അല്ല, അതുകൊണ്ട് ഇതും ഇൻവാലിഡ് ആണ്. മീൻസ് ഔട്ട് ഓഫ് ദ ഗിവൺ ദീസ് ടു ആർ ഓൺലി വാലിഡ് വേവ് ഫംഗ്ഷൻസ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി വേവ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് പ്രോബബിലിറ്റി അല്ലെ. നമുക്കൊരു വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതുക അല്ലെ. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ചിലപ്പം ഒരു എക്സ് ആക്സിൽ എന്താ പറയാ, റെസ്ട്രിക്ട് ചെയ്തൊരു പാർട്ടിക്കിൾ കരുതുക, അതിന് എക്സ് ആക്സിൽ മൂവ് ചെയ്യാം അല്ലെ. അപ്പൊ ഒരാൾ ചോദിക്കാണ്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ബിറ്റ്വീൻ 0 and 10. 0ക്കും 10നും ഇടയിൽ ആ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിക്കണം അല്ലെ. അത്തരത്തിൽ ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ ഓവർ എ റീജിയൻ, ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് യൂസിംഗ് ദ ഫോർമുല. എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ ബിറ്റ്വീൻ x1 and x2. അത് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, P. Probability of finding the particle between the points x1 and x2 is given by integral x1 to x2 mod psi square dx. Okay, ഇതാണ് probability of finding a particle between two points. Okay, അതാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു പ്രോബ്ലം ചെയ്യാം. Given a particle is having a wave function, question ചെയ്ത a particle is having a wave function psi
proportional to sin pi x by L. A particle is having a wave function proportional to sin pi x by L, and it is restricted on x-axis between 0 and L. And it is restricted on x-axis between 0 and L. Find the normalization constant of the wave function. Okay. ഈ ഒരു വേവ് ഫംഗ്ഷന്റെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കാണുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ആണ് psi proportional to sin pi x by L എന്നാല് psi equal to, which implies psi equal to some k sin pi x by L എന്ന് പറയാം അല്ലേ. ഈ കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയാം. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അത് എക്സ് ആക്സിൽ റെസ്ട്രിക്റ്റഡ് ആണ് ബിറ്റ്വീൻ 0 ആൻഡ് L. 0ക്കും Lനും ഇടയിൽ ആ പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, ആ റീജിയനിൽ 0ന്റെയും Lന്റെയും ഇടയിലുള്ള അതിന്റെ വേവ് ഫംഗ്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ പൈ എക്സ് ബൈ L. അങ്ങനെയാണെച്ചാൽ അതിന്റെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്കറിയാം എന്താണ് നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാല്. നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 0ന്റെയും Lന്റെയും ഇടയിൽ ആ പാർട്ടിക്കിൾ വിട്ടു എന്ന് പറഞ്ഞാല് എന്താണ് എഴുതുക? using normalization condition we know that, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, we know that the particle wave function is normalized അല്ലേ. അപ്പം എഴുതാം ഇന്റഗ്രൽ 0 to L mod psi square dx is equal to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? The probability of finding the particle between 0 and L is 1 എന്ന് പറഞ്ഞാൽ എന്താ? 0ക്കും Lനും ഇടയിൽ ആ പാർട്ടിക്കിൾ ഉണ്ട് ഉറപ്പാണ് അല്ലെ. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എത്രയാണ്? 1 ആണ്. അതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ. പഠിച്ചിട്ടില്ലേ അല്ലേ? അതായത് ഇന്റഗ്രൽ ഓവർ 0 to L mod psi square dx equal to 1 അല്ലേ. ഇനി എന്താണ് mod psi square dx എന്ന് പറഞ്ഞാല്? എന്താ mod psi square എന്ന് പറഞ്ഞാൽ എന്താ? psi star psi ആണ് അല്ലേ. psi star is the conjugate അല്ലേ. അപ്പൊ psi equal to k sin pi x by L എന്ന് പറഞ്ഞാൽ എന്താവും? psi star എന്ന് പറഞ്ഞാൽ എന്താവും? equal to some k star. k എന്താ നമുക്കറിയില്ല അല്ലേ. sin pi x by L എന്നാവും അല്ലേ. ഇനി എങ്ങനെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്? ചേഞ്ചിങ് i to minus i. i ഉണ്ടെങ്കിൽ അതിന്റെ സൈൻ മാറ്റും. ഇതിനകത്ത് i ഇല്ല, നമുക്ക് എന്ത് ചെയ്താം? sin pi x by L ഒരു മാറ്റവും ഇല്ല അല്ലേ. പിന്നെ k ഇമാജിനറി ആണോ അല്ലേ നമുക്കറിയില്ല, നമുക്ക് k star എഴുതാം, കുഴപ്പമില്ല. ഓക്കെ, mod psi square equal to psi star psi അല്ലേ. Therefore integral 0 to L mod psi square dx എന്ന് പറയുന്നത് എന്താവും? ഈക്വൽ ടു 1 അല്ലേ. implies integral 0 to L psi star psi dx equal to 1 അല്ലെങ്കിൽ ഇന്റഗ്രൽ 0 to L psi star എന്ന് പറഞ്ഞാൽ എന്താണ്? k into k star sin pi x by L into psi എന്ന് പറഞ്ഞാൽ എന്താ? k sin pi x by L dx equal to 1 എന്ന് എഴുതാം അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും? k star into k എന്ന് പറഞ്ഞാല് k square അല്ലേ. അതായത് z star z എന്ന് പറഞ്ഞാൽ z square അല്ലേ, അതുപോലെ. അപ്പൊ എന്താവും? k square പുറത്തേക്ക് എടുക്കാം. ഇന്റഗ്രൽ 0 to L പിന്നെ sin pi x by L into sin pi x by L എന്നാണ് എന്താവും? sin square pi x by L dx equal to 1 എന്നാവും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? തന്നെയല്ലേ ആവാം. അപ്പം എഴുതാം k square into, ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇന്റഗ്രൽ സൈൻ സ്ക്വയർ തീറ്റ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സൈൻ സ്ക്വയർ തീറ്റ 1 മൈനസ് കോസ് ടു തീറ്റ ബൈ 2 എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട് അല്ലെ. എന്താണ് ഫോർമുല? സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 അല്ലെ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്താവും? അല്ലാതെ ഇനി ചെയ്യാൻ പറ്റൂല. ഇന്റഗ്രൽ 0 to L 1 മൈനസ് കോസ്
2πx/L എന്നല്ലേ വരിക അല്ലേ? 1 - cos 2 തീറ്റ, തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ πx/L ആണ്. ഹോൾ ഡിവൈഡ് ബൈ 2 അല്ലേ? അങ്ങനെ ഞാനിവിടെ എത്തി അല്ലേ? ഇൻറ്റു dx ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? k²/2. ഇനി ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്തൂടെ? എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക? ഇന്റഗ്രൽ 1 dx ആണത് 0 to L മൈനസ് ഇന്റഗ്രൽ 0 to L cos 2πx/L dx ഈക്വൽ ടു 1. അല്ലെങ്കിൽ k²/2 ഇൻറ്റു ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ലിമിറ്റ് 0 to L മൈനസ് ഇന്റഗ്രൽ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ അല്ലേ? മൈനസ് ഇല്ല, ഇന്റഗ്രേഷനാ അല്ലേ? മൈനസ് എന്താവും? സൈൻ 2πx/L ഇൻറ്റു ഒന്നും കൂടെ ഉണ്ട് 2πx/L ഇന്റഗ്രൽ dx അല്ലേ? അപ്പൊ 2πx/L എന്ത് വരും? ഇവിടെ കോസ് 2πx/L ഇന്റഗ്രൽ സൈൻ 2πx/L. പിന്നെ എന്ത് ചെയ്യണം? ഒരു L/2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഇത് അല്ലേ? അപ്പൊ എന്താവും? ലിമിറ്റ് 0 to L എന്നാവും ഈക്വൽ ടു 1 അല്ലേ? ക്ലിയർ ആണല്ലോ? ഇനി L/2π ആണോ 2π/L ആണോ? L/2π തന്നെ വരിക, കാരണം ഡിവൈഡഡ് ബൈ 2π/L എന്നല്ലേ വരിക. അപ്പം L/2π വരും. ഓക്കെ, ഇനി അത് എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ നോക്കാം. പിന്നെ അപ്പൊ k²/2 ഇൻറ്റു ഇതിന് അപ്പർ ലിമിറ്റ് കൊടുത്താൽ L മൈനസ് 0, അപ്പൊ ഇത് വരും L എന്ന് വരും മൈനസ്. ഇനി ഇതിന് ലിമിറ്റ് കൊടുക്കുക, ഇവിടെ ഒരു ബ്രാക്കറ്റ് എക്സ്ട്രാ ഉണ്ട് അല്ലേ? ഇനി ഇതിന് ലിമിറ്റ് കൊടുത്താൽ സൈൻ 2πL/L എന്ന് വരും. അപ്പർ ലിമിറ്റ് L അല്ലേ? അപ്പൊ സൈൻ 2πL/L, അപ്പൊ L കട്ട് ചെയ്ത് പോകും. സൈൻ 2π എന്താ? 0, കാരണം സൈൻ nπ 0 ആണ്. ഈ n ഈസ് ആൻ ഇന്റിജർ. അതുപോലെ മൈനസ് സൈൻ 0 എന്ന് വരും. അപ്പൊ ഈ എന്റെ ടേം എന്താവും? 0 ആയി പോകും അല്ലേ? ഈക്വൽ ടു 1 അല്ലേ? അപ്പൊ എന്താ കിട്ടിയ? k²L/2 ഈക്വൽ ടു 1 എന്ന് വരും അല്ലേ? k²L/2 ഈക്വൽ ടു 1 എന്ന് വരും അല്ലേ? അല്ലെങ്കിൽ k² ഈക്വൽ ടു 2/L എന്ന് വരും. k ഈക്വൽ ടു √2/L എന്ന് വരും അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ്, k ഈക്വൽ ടു 2/L അല്ലേ? അതുകൊണ്ട് therefore the wave function is psi equal to √2/L sin πx/L. ഇതാണ് ആ വേവ് ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത പോർഷനിലേക്ക് നമ്മളിപ്പോൾ പോകില്ല. അടുത്ത ക്ലാസ്സിൽ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൾ.